Hey Siri. Everything you want to know about Apple. Hi everyone, this is Ebinsay from Evika. നമ്മുടെ iOS 16 ബീറ്റ 2ൻ്റെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യാത്ത കുറച്ചധികം ഫീച്ചേഴ്സും അതേപോലെ ബഗ് ഫിക്സസും പിന്നെ വന്ന ബഗ്ഗുകളും നമ്മുടെ ഐഫോണിൻ്റെ ഒരു ഫോളോ അപ്പുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ iOS 16 ബീറ്റ 2ലെ കൂടുതലധികം വിശേഷങ്ങൾ പറഞ്ഞ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. കാരണം ആപ്പിൾ റിലേറ്റഡ് ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ iOS 16 ബീറ്റ 2ൽ വന്ന കുറച്ചധികം മാറ്റങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ലോക്ക് സ്ക്രീനിലാണ് നമുക്ക് വരുന്ന ആ ഒരു ചേഞ്ച്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിവൈസ് ലോക്ക് ചെയ്ത് അതിനുശേഷം നമ്മുടെ പുതിയ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പോകുന്നത് കരുതുക. ആ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ നേരം നമ്മുടെ ഫോട്ടോസിൽ പോയി നമ്മുടെ ആ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ പോർട്രേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. പോർട്രേറ്റ് ആണെങ്കിൽ നമ്മുടെ iOS 16 ഒരു അടിപൊളി പുതിയ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ iOS 16ൻ്റെ കീ നോട്ടിൽ നമുക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ഓപ്ഷൻ, അതായത് പല കളർ ടോണിലെ ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ചില പോർട്രേറ്റ് ഫോട്ടോസിന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. തൊട്ടപ്പുറത്ത് നമുക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫിൽറ്റർ വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഈ 3 ഡോട്ട്സ് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും പെർസ്പെക്റ്റീവ്സും ഡെപ്ത് എഫക്റ്റ്, ലോ കീ, ഹൈ കീ എന്ന്. നമ്മുടെ ഹൈ കീയിലേക്ക് നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആവും. അതേപോലെ നമ്മൾ ലോ കീയിലേക്ക് എനേബിൾ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആവും. അത് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ വന്ന് ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് അടുത്ത വന്ന ചേഞ്ചാണ് നമ്മുടെ കളർ ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ഫിൽറ്റർ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ 3 ഡോട്ട്സ് നമ്മൾ ടാപ്പ് ചെയ്തതിനാൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊരു പുതിയ ഓപ്ഷൻ ഉണ്ട്. നമ്മളവിടെ ടാപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയുടെ കളർ അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ആ ഒരു ബ്ലൂ ഹുഡിയുടെ കളറായിട്ട് നമ്മുടെ ആ ഒരു കളറായിട്ട് ഞാനിപ്പോൾ സിങ്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു വാൾപേപ്പർ എന്ന് നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വാൾപേപ്പർ നിൽക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 2ൽ വന്ന മാറ്റമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഡുവോട്ടോൺ എന്നുള്ള പുതിയ ഫിൽറ്റർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കളർ വാഷ് എന്നുള്ള പുതിയ ഫിൽറ്ററും നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു ഫീച്ചറും നമ്മുടെ iOS 16 വന്ന പുതിയൊരു മാറ്റമാണ്. അടുത്ത വന്ന ചേഞ്ച് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഡിറ്റക്ഷൻ മോഡിൽ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു സിംഗിൾ ഡോട്ട് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ ബീപ്പാണ് കേൾക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ സിംഗിൾ ബീപ്പ് മാത്രമേ കേൾക്കുന്നത്. പക്ഷേ കുറേ അധികം കൂട്ടർക്ക് ഇത് ഡബിൾ ബീപ്പായിട്ടും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഡിക്റ്റേഷൻ്റെ സൗണ്ട് ബീപ്പിലും ചെറിയൊരു ചേഞ്ച് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മ്യൂസിക് ലോക്ക് സ്ക്രീനിൽ വന്ന ഒരു മാറ്റമാണ്. ഞാൻ നമ്മുടെ iOS 16ൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് മ്യൂസിക് ലോക്ക് സ്ക്രീനിൽ സ്ക്രബ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. ഈ ഒരു ആപ്ലിക്കേഷനിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷേ നമ്മുടെ iOS 16ൻ്റെ ഈ ഒരു ബേറ്റിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതെങ്ങനെയാണല്ലേ, ഇപ്പോൾ ഞാനൊരു പാട്ട് പ്ലേ ചെയ്തു. ആ ഒരു പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ആ ഒരു പാട്ട് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഞാൻ ആ ലോക്ക് സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് പിടിച്ച് കണ്ടോ, കുറച്ചധികം പ്രഷർ കൊടുത്തിട്ടാണ് ഞാനത് മാറ്റുന്നത്. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ ആ ഒരു പണ്ടത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ നമ്മുടെ ഓഡിയോയിൽ നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ സ്ക്രബ് ചെയ്യാൻ പറ്റില്ല. അതേമാതിരി നമ്മളൊരു പ്രഷർ കൊടുത്തിട്ട് വേണം. ഉണ്ടാവും ഇത് കണ്ടോ, ചില സമയത്ത് അത് വർക്കാവില്ല. ചില സാഹചര്യം നമ്മൾ അത്രയും പ്രഷർ കൊടുത്താൽ മാത്രമാണ് മ്യൂസിക്കിൽ നമുക്ക് ആ ഒരു സ്ക്രബ് വരുന്നുള്ളത്. അടുത്ത വന്ന മാറ്റം നമ്മുടെ സ്ക്രീൻഷോട്ടിലാണ്. സ്ക്രീൻഷോട്ടിൽ നമ്മളിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ടാപ്പ് ചെയ്ത് നമ്മുടെ ഡൺ ബട്ടണിലോ അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഷീറ്റിലോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ടു ക്വിക്ക് നോട്ട് എന്നുള്ള പുതിയ ഒരു ഗ്ലിഫ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡൺ അടിച്ചാൽ നമുക്ക് സേവ് ടു ക്വിക്ക് നോട്ട് എന്ന പുതിയൊരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു ബീറ്റയിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്ന അടുത്ത മാറ്റമാണ് നമ്മുടെ സഫാരിയിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും സ്റ്റാർട്ട്
പേജ് എന്നാണ് ഓപ്ഷൻ. നമ്മുടെ iOS 15 റൺ ചെയ്യുന്ന ഏത് ഡിവൈസിൽ നിങ്ങൾ സഫാരിയിൽ എടുത്ത് നോക്കിയാലും നമുക്ക് അവിടെ ഫേവറേറ്റ് എന്നാണ് കാണുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് പേജ് എന്ന പുതിയൊരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത വന്ന മാറ്റം എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ iMessageൽ കുറച്ചധികം മെമ്മോജീസ് നമുക്കിപ്പോൾ iOS 16 ബീറ്റ 2 വന്നിട്ടുണ്ട്. ഈ ഓരോ മെമ്മോജീസാണ് നമ്മുടെ iOS 16 ഡെവലപ്പർ ബേറ്റിൽ നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ ആ ഒരു നോട്ട്സ് ആപ്ലിക്കേഷനിലാണ്. നോട്ട്സ് ആപ്ലിക്കേഷനിൽ നമുക്കിപ്പോൾ കുറച്ചധികം മാറ്റങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റിൽ നമ്മൾ ടാപ്പ് ചെയ്ത് പിടിച്ച് ആ ടെക്സ്റ്റിൽ നമുക്കിപ്പോൾ ഫൈൻ സെലക്ഷൻ എന്ന ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഫൈൻ സെലക്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ്, അതായത് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത മാക് പ്രോ എന്നാണ് അല്ലെങ്കിൽ മാക് ബുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് നമ്മുടെ ഈ ഒരു ഫുൾ നോട്ടിൽ എവിടേക്കുണ്ടോ അതൊക്കെ നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ആ ഒരു റിസൾട്ട് 3 എണ്ണമാണ്. ആ 3 എണ്ണത്തിൽ എവിടേക്കാണ് മാക് ബുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് ഉള്ളത് അത് നമുക്കിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത വന്ന മാറ്റവും നമ്മുടെ നോട്ട്സിലാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ പല ടൈപ്പ്, അതായത് ലിറ്റേഴ്സ്, പലതരമുള്ള കാൽക്കുലേഷൻസ് നമ്മളിപ്പോൾ വേർഡ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ 300 യൂറോ, 8 കപ്പ്, 2 ലിറ്റർ, ഇതൊക്കെ പല ടൈപ്പ് കാൽക്കുലേഷൻസ് ആണ് അല്ലേ. ഈ ഒരു കാൽക്കുലേഷൻസ് നമ്മൾ നോട്ട് ആപ്ലിക്കേഷൻസ് സിമ്പിളായിട്ട് പല ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ പല ആൻസേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു $300 നമ്മൾ ടാപ്പ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കറൻസി നമുക്ക് നമ്മുടെ US ഡോളേഴ്സോ അല്ലെങ്കിൽ INRലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. എൻ്റെ ഡിവൈസിൽ ഞാൻ ഇട്ടേക്കുന്ന ലൊക്കേഷൻ US ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഡോളറിൽ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലൊക്കേഷൻ ആയിട്ടെങ്കിൽ നമ്മുടെ ആ ഒരു കറൻസി ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ കറൻസിയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കാണിക്കുകയും ചെയ്യും. ഇനി അടുത്ത വന്ന മാറ്റമാണ് നമ്മുടെ ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 8 കപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ഫൈൻ സെലക്ഷൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടെ നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ആ 8 കപ്പ് എത്ര ലിറ്ററാണ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും, എത്ര മില്ലി ലിറ്ററാണെന്ന് കാണാൻ പറ്റും, എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ 300 യൂറോയിൽ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്ത് പിന്നെ ഞാൻ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് എത്ര ഡോളറാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 150 സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണെന്ന് അറിയണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുക, സൈഡിലേക്ക് പോവുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 1500 മില്ലിമീറ്റർ, 1.5 മീറ്റർ, അതേപോലെ തന്നെ 4 ഫീറ്റും 11.06 ഇഞ്ചും. അതേപോലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ നോട്ട് ആപ്ലിക്കേഷനിലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു ഫീച്ചറും അടിപൊളിയാണ്. നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 2 ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ബഗ്ഗുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രോബ്ലം വന്നത് നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനാണ്. കാരണം മ്യൂസിക് ആപ്ലിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്ക് ക്രാഷ് ആവുന്നുണ്ട്. ഞാൻ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ക്രാഷ് ആവുന്നുണ്ട്, പാട്ട് ഞാൻ നെക്സ്റ്റ് അടിക്കുമ്പോൾ ക്രാഷ് ആവുന്നുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ക്രാഷ് ആവുന്നുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കാറിൽ എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ട് ആ ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ എൻ്റെ ആ ഒരു സോങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോങ്സ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ആപ്ലിക്കേഷൻ അപ്പോൾ തന്നെ ക്രാഷായി പോകുന്നുണ്ടായിരുന്നു. അടുത്ത് വന്ന ബഗ് നമ്മുടെ ബാങ്കിങ് ആപ്ലിക്കേഷനിലാണ്. ബാങ്കിങ് ആപ്ലിക്കേഷനിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്രാഷ് ആവുന്നുണ്ട്. കാരണം ബാങ്ക് ആപ്ലിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ക്രാഷ് ആവുന്ന ഈ ഒരു ടെൻഡൻസിയും iOS 16 ബീറ്റ 2 ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബീറ്റ 1 അത്യാവശ്യം നല്ലൊരു ബാറ്ററി പെർഫോമൻസ് എനിക്കിപ്പോൾ iOS 16 ഡെവലപ്പർ ബീറ്റ 2 കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുകയാണെങ്കിൽ 91% 90% ആയിട്ട് ഡിക്രീസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബാറ്ററി പെർഫോമൻസും അത്യാവശ്യം നന്നിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് തന്നെ 7 മണിക്കൂറും 43 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം 54 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിക്കാണ് ഞാൻ iOS 16 റൺ ചെയ്യുന്നുണ്ട് എൻ്റെ ഡിവൈസിൽ. എന്നാലും എനിക്ക് മോശമല്ലാത്ത നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഈ ഒരു OS തരുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഫ്രെയിം റേറ്റിൽ വലിയ ഡ്രോപ്പോ അല്ലെങ്കിൽ സ്മൂത്ത്നെസ്സിന് വലിയ മാറ്റമോ ഫീൽ ചെയ്യുന്നില്ല. എനിക്കിപ്പോഴും അത്യാവശ്യം നല്ല ബട്ടറി സ്മൂത്തായിട്ടുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ iPhone 11 എനിക്ക് ഹീറ്റിങ് കുറച്ചധികം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഔട്ട്ഡോറും അത്യാവശ്യം നല്ല രീതിക്ക് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് വേറൊരു കംപ്ലയിൻറ്റും എനിക്ക് നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 2 പറയാനില്ല. കാരണം അത്യാവശ്യം നന്നായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ക്ലീനും ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു മ്യൂസിക്കിൻ്റെ ബഗ്, ബാങ്കിങ് ആപ്ലിക്കേഷൻസിൻ്റെ ബഗ്, അതേപോലെ തന്നെ ചില സമയത്ത് മാത്രം ഡിവൈസ് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവുന്നുണ്ട്.
അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓവർ യൂസ് ആവാം, അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവാം, അങ്ങനെ എന്തുമായിരിക്കാം. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 2-ൽ ഉണ്ട്. പിന്നീട് നമ്മുടെ ഡെവലപ്പർ ബീറ്റ 3-ൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് നെക്സ്റ്റ് മന്ത് സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്കിലായിരിക്കും നമുക്ക് ആ ഒരു ഡെവലപ്പർ ബീറ്റ 3 റിലീസ് ആകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ iOS 15.6-ഉം നമുക്ക് ഈ മന്ത് അവസാനം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് 2 വീക്കിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയം നമുക്ക് 15.6-ഉം റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 2-ൻ്റെ ഫോളോ അപ്പും ബാക്കി വിശേഷങ്ങളും. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താലും മതിയാവും. അതോടൊപ്പം തന്നെ എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അടി തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് Abin Xavier signing from Evica.